ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡഃ ഷഷ്ഠിതമ സർഗഃ സമ്പാദി പുരാവൃത്ത വർണ്ണനം. തതകൃതോദകം സ്നാതം തം രദ്രം ഹരിയൂതപാഃ ഉപവിഷ്ടാഗിരോ ദുർഗേ പരിവാര്യ സമന്തദ തം അംഗദം ഉപാസീനം തൈഃ സർവേ ഹരിവിവൃതം ജനിതപ്രത്യയോ ഹർഷ സമ്പാദി പുനരബ്രവീത് കൃത്വാ നിശബ്ദമേകാഗ്ര ശൃണ്വന്തു ഹരയോ മമ തത്യം സങ്കീർത്തയിഷ്യാമി യഥാ ജാനാമി മൈഥിലിം അസ്യ വിന്ധ്യസ്യ ശിഖരേ പതിതോസ്മി പുരാഹ്യഹം സൂര്യതാപരീതാംഗോ നർദഗ്ധ സൂര്യരശ്മിഭിഃ ലബ്ധസപ്ഞസ്തോ ഷഡ്രാതാദ്വിവശോ വിഹ്വലന്നിവ വീക്ഷമാണോ ദിശഃ സർവാ നാഭിജാനാമി കിഞ്ചന. തതസ്തു സാഗരാൻ ശൈലാൻ നദീ സർവാസരാംസിജ വനാനി ച പ്രദേശാംശ സമീക്ഷ്യ മതിരാഗമത് പൃഷ്ടവക്ഷി ഗണാകീർണാകന്തരാന്തരകൂടവാൻ ദക്ഷിണസ്യോദതേസ്തീരെ വിദ്യോയം ഇതി നിശ്ചിതഃ ആസീച്ചാത്രാശ്രമപുണ്യാസുരേരവിസുപൂജിത ഋഷിർനിശാകരോ നാമ യസ്മിന്നുഗ്രതവാഭവത് അഷ്ടോ വർഷസഹസ്രാണി തേനാസ്മിൻ ഋഷിണാ വിനാ വസതോ മമ ധർമ്മജ്ഞ സ്വർഗതീതോ നിശാകരേ അവതീര്യം ജ വിന്ദ്യാഗ്രാത് കൃച്ഛ്രേണ വിഷമാച്ഛനേഃ തേഷ്ണദർഭാം വസുമതിം ദുഃഖേന പുനരാഗതഃ തം ഋഷിം ദ്രഷ്ടുകാമോസ്മി ദുഃഖേനാഭ്യാഗതോ വൃഷം ജടായുഷാ മയാ ചൈവ ബഹുശോധിഗതോ ഹി സഃ തസ്യാശ്രമപദാഭ്യാസേവപൂർവാതഃ സുഗന്ധിനഃ വൃക്ഷോ ന പുഷ്പിതഃ കശ്ചിദ് ഹബലോ വാ ന വിദ്യതേ ഉപേത്യ ചാശ്രമം പുണ്യം വൃക്ഷമൂലമുപാശ്രിതഃ ദ്രഷ്ടുകാമപ്രതീക്ഷേഹം ഭഗവന്തം നിശാകരം അതാപശ്യം അദൂരസ്ഥം ഋഷിം ജ്വലിതതേജസം കൃതാഭിഷേകം ദുർദർശം ഉപാവൃത്തമുദങ്മുഖം തം വൃക്ഷ സൃമരാവ്യാക്ര സിംഹാനാഗാസരീസൃപാഃ പരിവാര്യോപഗച്ഛന്തി താതാരം പ്രാണിനോ യഥാ തതഃപ്രാപ്തം ഋഷിം ജ്ഞാത്വാ താനി തത്വാനി വൈയയുഃ പ്രവിഷ്ടേ രാജനീയത സർവം സമാത്യകം ബലം ഋഷിസ്തു ദൃഷ്ട്വാ മാം പ്രീത പ്രവിഷ്ടശ്ചാശ്രമം പുനഃ മുഹൂർത്തമാത്രാ നിഷ്ക്രമ്യ തതഃ കാര്യം അപൃച്ഛത സൗമ്യ വൈകല്യതാം ദൃഷ്ട്വാ രോംണാം തേനാവഗമ്യതേ അഗ്നിദഗ്ധാ വിമോ പക്ഷോ ത്വച്ചൈവ വ്രണിതാ തവ ഗ്രദ്രോദ്യൗ ദൃഷ്ടപൂർവൗ മേ മാതരിശ്വ സമോജവേ ഗ്രദ്രാണാം ജൈവ രാജാനോ ഭ്രാതരോ കാമരൂപിണോ ജ്യേഷ്ഠോ ഹി ത്വം തു സമ്പാദേ ജടായുരനുജസ്തവ മാനുഷം രൂപമാസ്തായ ഗ്രഹിണീതാം ചരണോ മമ കിം ദേവ്യാദിസമുത്ഥാനം പക്ഷയോഃ പതനം ഗതം ദണ്ഡോ വായം കൃതക്കേന സർവമാഖ്യാഹി പൃച്ഛതഃ കിം ദേവ്യാദിസമുത്ഥാനം പക്ഷയോപതനം ഗതം ദണ്ഡോ വായം കൃതക്കേന സർവമാഖ്യാഹി പൃച്ഛത ദണ്ഡോ വായം കൃതക്കേന സർവമാഖ്യാഹി പൃച്ഛതഃ. ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ കിഷ്കിന്ധാകാണ്ഡേ സമ്പാദി പുരാവൃത്തവർണ്ണനം നാമ ഷഷ്ഠീതമഃ സർഗഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ 60-ാമത്തെ സർഗം സമ്പാദി പുരാവൃത്ത കഥനം. കുളിച്ച് ഉദകദാനം ചെയ്ത ആ ഗ്രദ്രനെ ചൂഴ്ന്ന് മനോഹരമായ ആ പർവ്വതത്തിൽ മർക്കടന്മാർ ഇരിപ്പായി. ആ വാനരരേവരാലും ചൂഴപ്പെട്ട് അടുത്തിരിക്കുന്ന അംഗദനോട് വിശ്വാസം തോന്നിയ സമ്പാദി സാമോദം വീണ്ടും പറഞ്ഞു: വാനരന്മാരെ, നിശബ്ദതയോടെ ഏകാഗ്രതയോടെ കേട്ടുകൊള്ളുവിൻ. സീതയെ അറിഞ്ഞതെങ്ങനെയെന്ന് നേരായി ഞാൻ പറയാം. പണ്ട് ഞാൻ സൂര്യൻ്റെ ചൂടേറ്റ് വെന്ത് ഈ വിന്ധ്യൻ്റെ ശിഖരത്തിൽ വീണു. 6 നാൾ കൊണ്ട് ബോധം വീണ് ബോധം കെട്ടവനെ പോലെ തളർന്ന് ചുറ്റും നോക്കി. ഒന്നും മനസ്സിലായില്ല. പിന്നെ കടലും കുന്നും പുഴകളും പൊയ്കകളും കാടുകളും നാടും കണ്ട് ഓർമ്മ വന്നു. സന്തുഷ്ടങ്ങളായ പക്ഷികൾ നിറഞ്ഞ്
നടുക്ക് ഗുഹകളുള്ള കൊടുമുടിയോടുകൂടിയ ഇത് തെങ്കടൽ തീരത്തുള്ള വിന്ധ്യപർവ്വതമാണ് എന്ന് തീർച്ചയായി. ഇവിടെ ദേവന്മാർ പോലും പൂജിച്ചിരുന്ന ഒരു പുണ്യാശ്രമം ഉണ്ടായിരുന്നു. ഇവിടെയാണ് നിശാകരൻ എന്നു പേരായ ഋഷി ഉഗ്രതപസ് അനുഷ്ഠിച്ചിരുന്നത്. ധർമ്മജ്ഞനായ നിശാകര മഹർഷി സ്വർഗം പ്രാപിച്ച ശേഷം ഈ ഗിരിയിൽ ഞാൻ പാർക്കാൻ തുടങ്ങിയിട്ട് 8000 വർഷമായി. വിന്ധ്യൻ്റെ നിരപ്പില്ലാത്ത കൊടുമുടിയിൽ നിന്ന് കഷ്ടപ്പെട്ടിറങ്ങി കൂർത്ത ദർഭകൾ നിറഞ്ഞ നിലത്ത് ഒരു വിധത്തിൽ വീണ്ടും എത്തി. ആ ഋഷിയെ കാണാനാണ് ക്ലേശിച്ച് ഇവിടെ എത്തിയത്. ജഡായുവും ഞാനും പണ്ട് പലവാറ് അദ്ദേഹത്തെ ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമ സമീപം ധൂമണമാർന്ന കാറ്റ് വീശിയിരുന്നു. അവിടെ പൂവോ കായോ ഇല്ലാത്ത മരമൊന്നും ഉണ്ടായിരുന്നില്ല. ആശ്രമ സമീപത്തെത്തി ഭഗവാൻ നിശാകരനെ കാണാൻ ആഗ്രഹിച്ച് ഒരു മരച്ചുവട്ടിൽ കാത്തു നിൽപ്പായി. അകലെയായി കുളി കഴിഞ്ഞ് വടക്കോട്ട് മടങ്ങി വരുന്ന അടുക്കാനാവാത്ത തേജസ്സോടു കൂടിയ ആ ഋഷിയെ ഞാൻ കണ്ടു. കരടികൾ, പെരിഞ്ചവരിമാനുകൾ, കടുവകൾ, സിംഹങ്ങൾ, പലതരം ഇഴജന്തുക്കൾ എന്നിവ പോറ്റുന്നവനെ പ്രാണികളെന്ന പോലെ അദ്ദേഹത്തെ ചുറ്റി നടന്നിരുന്നു. ഋഷി ആശ്രമത്തിലെത്തിയപ്പോൾ ആ ജന്തുക്കൾ അരജൻ അന്തപുരത്തിൽ പ്രവേശിച്ചാൽ അമാത്യരും സേനയും എന്ന പോലെ മടങ്ങിപ്പോയി. എന്നെ കണ്ട് തുഷ്ടനായ ഋഷി ആശ്രമത്തിൽ പ്രവേശിച്ച് വേഗം പുറത്തു വന്ന് എന്നോട് കാര്യം അന്വേഷിച്ചു. സൗമ്യ, ചിറകറ്റതുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചിറകുകൾ തീയേറ്റ് കരിഞ്ഞതാണോ? ശോഷിച്ച ശരീരത്തിൽ പ്രാണനും വേവു പറ്റിയോ? കാറ്റിനൊത്ത വേഗത്തോടു കൂടിയവരും സോദരന്മാരും കാമരൂപികളും ഗൃധ്ര രാജാക്കന്മാരുമായ 2 ഗൃധ്രരെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. സമ്പാദേ, നീ ജ്യേഷ്ഠൻ, ജഡായു നിന്റെ അനുജൻ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മനുഷ്യവേഷമെടുത്ത് എൻ്റെ കാലിണ പിടിച്ചിട്ടുണ്ട്. നിന്നെ എന്തു രോഗമാണ് ബാധിച്ചത്? ചിറക് പോയത് എങ്ങനെയാണ്? ആരാണ് നിന്നെ ദ്രോഹിച്ചത്? ഒക്കെ എന്നോട് പറയുക. ഇതോടുകൂടി 60ാമത്തെ സർഗം അവസാനിച്ചു. ഈ സമ്പാദിപക്ഷ ദഹന കഥനമൊക്കെ 61ാമത്തെ സർഗത്തിൽ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.